ദൈവപിതാവേ എന്നുടെ താതൻ നീ, ദൂതന്മാർ രാപ്പകൽ വാഴ്ത്തി വണങ്ങുന്നോൻ, നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും യോഗ്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ വാക്യമാണ്. അവിടെ പറയുന്നു, മനസ്സലിവുള്ള പിതാവും സർവ്വ ആശ്വാസവും നൽകുന്ന ദൈവവുമായി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. സ്തോത്രം. നമുക്ക് മനസ്സലിവുള്ള നല്ലൊരു പിതാവുണ്ട്. നമുക്ക് സർവ്വ ആശ്വാസം നൽകുന്ന നല്ലൊരു പിതാവുണ്ട്. ഏത് പ്രശ്നത്തിലൂടെ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും നമ്മളെ മനസ്സലിവോടെ നോക്കുന്നത് നമ്മുടെ ദൈവമാണ്. മറ്റാരും നമ്മളെ മനസ്സലിവോടെ കാണണമെന്നില്ല. പലരും പലതും പറയാം, നമ്മുടെ കുറ്റം കൊണ്ടാണെന്ന് പറയാം. അങ്ങനെ പല അഭിപ്രായങ്ങളാണ് മാനുഷികമായ ജഡമായ രീതികളിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. എന്നാൽ അങ്ങനെയല്ല, നമ്മളെ മനസ്സലിവോടെ കാണുന്ന ഒരു ദൈവമുണ്ട്. കർത്താവ് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ആ ദൈവത്തിൻ്റെ മക്കളായി ലോകത്ത് ജീവിക്കുമ്പോൾ, നമുക്ക് ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് സർവ്വ ആശ്വാസവും മനസ്സലിവും ലഭിക്കും. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് സാധ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവവചനം നിങ്ങളുടെ ഹൃദയങ്ങളെ ക്രിയ ചെയ്യട്ടെ. നിങ്ങൾക്ക് സമാധാനം നൽകുന്ന, ആശ്വാസം നൽകുന്ന, സ്നേഹിക്കുന്ന, മനസ്സിലുള്ളൊരു നല്ല പിതാവുണ്ട്, സ്വർഗത്തിലുണ്ട്. അത് നിങ്ങളോടൊന്ന് പകൽ പറഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സമൃദ്ധമായ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്നു. എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ.